പ്രൈസ് ദി ലോർഡ്. കരോൾട്ടൺ മാർത്തോമ ചർച്ച് ഡാളസിൻ്റെ 2024 ക്രിസ്മസ് ഡിവോഷൻ്റെ ഭാഗമായി തീരുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഏവർക്കുമുള്ള എൻ്റെ സ്നേഹവന്ദനം. മനുഷ്യരെ രക്ഷിക്കുവാൻ മനുഷ്യനായി തീർന്ന ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് കാലമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഓരോ കാലഘട്ടത്തിലും നേരിടേണ്ടതുണ്ടെങ്കിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ആദ്യ മാതാവായ ഹവ്വ സാത്താൻ്റെ വചനത്തിൻ്റെ കേൾവിയിലൂടെ രക്ഷയിൽ നിന്ന് അകന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ്റെ വന്ദനസ്വരത്തിൻ്റെ കേൾവിയിലൂടെ ദൈവത്തിൻ്റെ വചനം ഉദരത്തിൽ വഹിച്ച് രക്ഷയെ പ്രസവിച്ചു അമ്മ മറിയം. ലോകപ്രകാരം ഉള്ള നീതിയല്ല, ദൈവത്തിൻ്റെ നീതി എന്ന് വ്യക്തമാക്കുന്നു നീതിമാനായ യേശുവിൻ്റെ പിതാവ് ജോസഫ്. ആധുനിക മാധ്യമ സൃഷ്ടികൾ യേശുവിനെ ഒരു ചരിത്ര പുരുഷനായോ മറ്റ് പലതുമായോ വ്യാഖ്യാനിക്കുമ്പോൾ കേൾവിയിലൂടെ സാത്താൻ്റെ സ്വരവും ദൈവത്തിൻ്റെ സ്വരവും തിരിച്ചറിയണമെങ്കിൽ നാം വിശുദ്ധ വേദഗ്രന്ഥമായ സത്യവേദ പുസ്തകം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് വരെ യേശുവിനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് ആദ്യമായി ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വചനത്തിലേക്ക് നാം മടങ്ങി വരണം. യേശു എന്ന നാമം ഹിബ്രുവിൽ യേശുവ എന്നാണ്. യേശുവ എന്നാൽ ഏൽ എന്ന ദൈവത്തിൻ്റെ നാമവും യാഹ് എന്ന ദൈവത്തിൻ്റെ നാമവും കാൽവറി ക്രൂശിൽ യാഗമായ ക്രിസ്തുവിലെത്തുന്നു. സർവത്തെയും സൃഷ്ടിച്ചവൻ ദൈവം, ഏലോഹീം, എൽ എല്യോൻ, എൽ ഒലാം, എൽ രോയി, എൽ ഷദ്ദായ് എന്നിങ്ങനെ നീളുമ്പോൾ പിന്നീട് ഉടമ്പടിയുടെ ഭാഗമായി യാഹ് എന്ന നാമത്തെ നാം കാണുന്നു. യഹോവ, യഹോവ ഇരേ, യഹോവ മഗ്ദഹേം, യഹോവ നിസി, യഹോവ റാഫ, യഹോവ രോഹി, യഹോവ സബാവോത്ത്, യഹോവ ഷാലോ, യഹോവ ഷമ്മ, യഹോവ നിസ്കിനു. ഇത്തരത്തിലുള്ള ഏൽ നാമവും യാഹ് എന്ന നാമവും ചേരുന്നതാണ് യേശുവ. ആയതിനാൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് നാം പറയുമ്പോൾ മറ്റെല്ലാ നാമവും യേശു എന്ന നാമത്തിൽ ഉൾക്കൊള്ളുന്നു. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒന്നിലധികം പേരുകളുണ്ടെങ്കിൽ ഏത് പേര് വിളിച്ചാലും ആ വ്യക്തി അല്ലാതാവുന്നില്ല. മോശെ ദൈവത്തിൻ്റെ നാമം എന്തെന്ന് ചോദിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3:14 പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. യേശുവിനെ ദൈവവും മെസ്സിയായുമായി വെളിപ്പെടുത്തുന്ന 7 ഞാനാകുന്നു എന്ന പ്രസ്താവനകൾ നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം. ഞാൻ ജീവൻ്റെ അപ്പം, ഞാൻ നല്ല ഇടയൻ, ഞാൻ ആടുകളുടെ വാതിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന നാമം പ്രവചന പുസ്തകമായ യെശയ്യാവിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് പറയുവാൻ ശ്രമിച്ചത് യേശു എന്ന നാമം, അതിനു മേലായി ഒരു നാമവും ഇല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:24 തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു നമ്മുടെ രക്ഷകനെന്ന് നാം ഹൃദയം കൊണ്ട് സമ്മതിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും വേണം. ആധുനിക യുഗത്തിൻ്റെ കച്ചവട സംസ്കാരത്തിൽ ആർഭാടങ്ങൾ മാറുമ്പോൾ ക്രിസ്മസ് വെറുമൊരു ആർഭാടമായി മാറിപ്പോകാൻ ഇടയുണ്ട്. യേശു ഏകരക്ഷകൻ, എനിക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന സമീപസ്ഥനായ അഥവാ കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേലാണ് ഈ ദൈവമെന്നോർക്കുവാൻ ഈ ധ്യാനം സഹായകമാകട്ടെ. ഒന്നാമത്തെ ക്രിസ്മസ് ആരാണ് ആഘോഷിച്ചത്? ഒന്നാമത് സത്രമുടമസ്ഥൻ്റെ ക്രിസ്തുമസ്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതിനാൽ കിടത്തിയത് പശുത്തൊട്ടിയിൽ. ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടം കണ്ടെത്താതെ പോയ ക്രിസ്തുമസ്. രണ്ടാമത് ദൈവദൂതന്മാരുടെ ക്രിസ്തുമസ്. രക്ഷകൻ പിറന്ന സന്തോഷ വാർത്ത അറിയിക്കുവാൻ ഭാഗ്യം കിട്ടിയവർ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന് ദൈവത്തെ പുകഴ്ത്തുവാൻ അവസരം ലഭിച്ച ക്രിസ്മസ്. മൂന്നാമത് ഇടയന്മാരുടെ ക്രിസ്മസ്. ബന്ധപ്പെട്ട യേശുവിനെ കണ്ട ക്രിസ്തുമസ്. ആടുകൾ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാതെ തങ്ങളുടെ ജോലിയും സമയവും വ്യയം ചെയ്ത ക്രിസ്തുമസ്. നാലാമത് വിദ്വാൻമാരുടെ ക്രിസ്തുമസ്. തങ്ങൾക്ക് ലഭിച്ച അടയാളത്തിലൂടെ ലക്ഷ്യത്തിലെത്താൻ സമർപ്പിച്ച് കാഴ്ചകളുമായി യേശുവിനെ കണ്ട് പുതുവഴിയിലൂടെ യാത്ര ചെയ്ത ക്രിസ്തുമസ്. അഞ്ചാമത് ഹെറോദോസിൻ്റെ ക്രിസ്തുമസ്. സ്വന്തം സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ കപടഭക്തിയിലൂടെ നിരപരാധികളെ കൊന്നുകളഞ്ഞ ക്രിസ്തുമസ്. ആറാമത് ശിമിയോന്റെ ക്രിസ്തുമസ്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന അരുളപ്പാട് ലഭിച്ച്
കാത്തിരുന്ന് ക്രിസ്തുവിനെ കരത്തിൽ വഹിച്ച പ്രവചിച്ചവൻ്റെ ക്രിസ്മസ്. എൻ്റെ ഈ ചെറിയ സന്ദേശം ഒരു ചോദ്യത്തിലൂടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ക്രിസ്തുമസ് ഇതിൽ ഏത്? യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഐ ലവ് യു ജീസസ്. താങ്ക് യു ജീസസ്.